ഗൈസ്, ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ എല്ലാവർക്കും എവിടെയെങ്കിലും പോകണമെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ മുറിഞ്ഞമാട് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ പോയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ അബിയെയും കൂട്ടി കാർ എടുത്ത് പുറപ്പെട്ടു. പുറത്ത് നല്ല മഴയായതുകൊണ്ടാണ് കാർ എടുത്തത്. എന്തായാലും കുറെ കാലം കഴിഞ്ഞ് നാട്ടിൽ വരുമല്ലേ, സോ ഒരു റെയിൻ റൈഡിന് പോകാം എന്ന് കരുതി. പോകുന്തോറും മഴ കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് അങ്ങ് പോയി. പോകുമ്പോൾ വിചാരിച്ചത് അവിടെ ചെന്ന് മഴയാണെ തിരിച്ചു പോരാന്നാ. നമ്മൾ ഇന്ന് പോകുന്നത് മുക്കത്ത് നിന്ന് പന്നിക്കോട് വഴി തൃക്കളയൂർ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേയുള്ള ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഹാവു, എന്തായാലും സ്ഥലം എത്തിയപ്പോൾ മഴയെല്ലാം മാറിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ടതാണ് തോന്നുന്നു ആൾക്കാരൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഒരുപാട് പേരെ കാണുന്നതാണ്. റോഡ് സൈഡിലാണെങ്കിലും കുട്ടികൾ കോക്കനട്ട് പുഡിംഗ് ഒക്കെ വിൽക്കുന്നുണ്ട്. പാർക്കിങ്ങിന് 50 രൂപയായി. ചില്ലറ കയ്യിൽ വെച്ചത് ഭാഗ്യം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി താഴെ ചെന്ന് നോക്കിയപ്പോൾ ബോട്ടിംഗ് ഒന്നുമില്ല. മഴ പെയ്ത് വെള്ളം കൂടിയത് കൊണ്ട് അതൊക്കെ ഇപ്പൊ നിർത്തിവെച്ചു എന്നാ അവിടെയുള്ളവർ പറഞ്ഞത്. പിന്നെ അതിലെ ചുമ്മാ ഇങ്ങനെ നടന്നു. സൈഡിലൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ഉപ്പിലിട്ടതും ഐസ്ക്രീമും ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ പാനിപ്പൂരി കടയും ഉണ്ട്. ഇവിടുത്തെ ഈ ഭംഗി കൊണ്ടായിരിക്കാം കുറെ ആളുകൾ വെഡ്ഡിംഗ് ഷൂട്ടും ബ്രൈഡ് ടു ബി ഒക്കെ ചെയ്യാൻ ഇവിടെ വരാറുണ്ട്. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുമല്ലോ. അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് കുറെ കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടത്. അവരുടെ ആവശ്യത്തിൽ ഞാനും കുറെ നേരം അത് നോക്കി നിന്നു. ഇങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടി തണ്ടാടിയിരുന്നത് കണ്ടത്. മഴക്കാലമായാൽ ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. എനിക്ക് മീൻ പിടിക്കണോ എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ മീൻ പിടിക്കാൻ അറിയില്ലല്ലോ. അവിടെ ഇതെല്ലാം നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. തിരിച്ചിറങ്ങിയപ്പോൾ എന്തായാലും നേരെ നന്നായി ഇരുട്ടിയിട്ടുണ്ട്. പോരാത്തതിന് ചെറിയ മഴയും പെയ്യുന്നുണ്ട്. ഇനി വേഗം വീട്ടിൽ പോകാൻ നോക്കട്ടെ. ഇപ്പൊ തന്നെ അമ്മ 2 വട്ടം വിളിച്ചു. സോ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷവുമായി കാണും വരെ ബൈ ഫ്രം ഷോർട്ട് ബ്രേക്സ്.